നമസ്കാരം. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ജനങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ ഈ ഒരു മണ്ഡലത്തെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണുന്നത്. ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഇലക്ഷൻ ടൈമിൽ തൃശ്ശൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ ഇത്തവണ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെ MP മുക്കോ സമുദായത്തിൽ നിന്നുള്ള ആള് തന്നെയായിരുന്നു TN പ്രതാപൻ. പക്ഷേ ഒരുപാട് കെടുതികൾ ഈ തീരദേശ മേഖലയിലെ അരയ സമുദായത്തിലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള ശ്രീ ബഗീഷ് പൂരാടൻ നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ. ബഗീഷ് ജി, നമസ്കാരം. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ ഈ വട്ടം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ലഭിക്കാനാണ് സാധ്യത? അതിൽ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്ര വർഷത്തിന് ശേഷം ആദ്യമായി സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫിഷറീസ് മന്ത്രാലയം നമ്മൾക്ക് അനുവദിച്ചു തന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ആ ഒരു വിഷയത്തിൽ ഒരു ഫിഷറീസ് മന്ത്രാലയത്തിന് വേണ്ടി ഇന്ത്യയിലെ തന്നെ മത്സ്യത്തൊഴിലാളി സമൂഹം ഈ 70 വർഷത്തോളം ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ ഒരു ആവശ്യം നിറവേറ്റി തന്നത് ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ്. മാത്രമല്ല, ഈ ഏകദേശം 20,000 കോടി രൂപയുടെ ബഡ്ജറ്റ് ഈ സ്വതന്ത്ര മന്ത്രാലയത്തിന് വേണ്ടി നീക്കിവെക്കുകയുണ്ടായി. മത്സ്യസമ്പദ യോജന പ്രകാരമുള്ള നിരവധി പദ്ധതികൾ മത്സ്യത്തൊഴിലാളികളെ കൂടെ നിർത്തിയ, ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അത് കാരണം ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അത് 100% അവർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോ കഴിഞ്ഞ വട്ടം ഇവിടെ നിന്ന് വിജയിച്ചു പോയ MP ആയിട്ടുള്ള TN പ്രതാപൻ, അദ്ദേഹം മുക്കോ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗം കൂടിയാണ്. വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. പക്ഷെ ആ പിന്തുണ കൊടുത്തതിന് ശേഷം, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന് ശേഷം ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഈ പറയുന്ന സമുദായത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം തീരദേശത്ത് നമ്മുടെ ചാവക്കാട് മുതൽ നമ്മുടെ കയ്പമംഗലം വരെയുള്ള തീരദേശവാസികൾക്കോ തീരദേശത്തിനു വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി ഒരു പദ്ധതി, ഒരു സിംഗിൾ പദ്ധതി പോലും അദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല. അത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ആണ് ഇവരുടെ എല്ലാവരുടെയും ഒരു വികസനമെങ്കിൽ അതേപോലെ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചിരിക്കാം. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ഈ തീരദേശത്തിന് തന്നെ ഒരു മാറ്റം വരുത്തേണ്ട തരത്തിലുള്ള ഒരു തരത്തിലുള്ള വികസനവും ഈ തീരദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോ നമ്മുടെ ഇവിടെ നിലവിൽ TN പ്രതാപൻ MP അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യ ഘട്ടത്തിൽ ചൂരെടുത്ത് കാര്യങ്ങളുണ്ടായി. പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് മുരളീധരനെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഈ TN പ്രതാപനുള്ള ഒരു പിന്തുണ മുരളീധരന് അരയ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഒരിക്കലുമില്ല. രണ്ട് കാര്യമാണ് അതിൽ. ഒന്ന്, TN പ്രതാപൻ ഇവിടെ MLA ആയിരുന്നു, മുൻ MP ആണ്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇവിടെ കോൺഗ്രസ്സുകാരിലും പല കുടുംബങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ പ്രകാരം അദ്ദേഹത്തിന് കുറച്ച് വോട്ട് ലഭിച്ചിരുന്നു. പക്ഷേ മുരളീധരന് ഒരിക്കലും ആ വോട്ടുകൾ തീരദേശത്ത് നിന്ന് ലഭിക്കുകയില്ല. മാത്രമല്ല, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ ഒരു പ്രതിനിധിയായിട്ട് ജനങ്ങൾ കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ. അദ്ദേഹം തീരദേശ മേഖലയിലെ ജനങ്ങളുമായി ഒരു സമ്പർക്കം പുലർത്താനോ അവിടെ അവരുമായി ബന്ധപ്പെടാൻ പോലും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നഗ്നമായിട്ടുള്ള സത്യം മാത്രമാണ്. ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ മാറാട് സംഘർഷം, മാറാട് കലഹം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഇവിടെ KPCC അധ്യക്ഷനായിരുന്നു. അപ്പോൾ അവിടെയുള്ള അരയ സമുദായത്തിലെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു ആരോപണം ഇപ്പോൾ വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യമുണ്ട്. അന്ന് ഞങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും അദ്ദേഹം ആക്ഷേപിച്ചതിൻ്റെ പുറത്താണ് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേരിടുകയും VT ബൽറാം
ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ച സ്ഥലത്ത് അദ്ദേഹം തോൽക്കുകയുണ്ടായി. അന്ന് ശ്രീ ശോഭാ സുരേന്ദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ എതിർ BJP-യുടെ സ്ഥാനാർത്ഥി. അപ്പോ ആ വിഷയത്തിൽ അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്ന് മാറാട് അരയ സമാജത്തിന്റെ പ്രവർത്തകർ വടക്കാഞ്ചേരി തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനെതിരെ വന്ന് സംസാരിച്ച കാര്യങ്ങൾ അത് വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് അവിടുത്തെ അമ്മമാരും സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരെയും ആങ്ങളമാരെയും നഷ്ടപ്പെട്ട ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് പോലും അവരുടെ വേദന കാണാതെ, അവരുടെ ഈ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന തരത്തിൽ, അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരിക്കലും ഈ തീരദേശത്തെ ഒരു മനുഷ്യരും മറക്കുമെന്ന് തോന്നുന്നില്ല. മനുഷ്യസ്നേഹികളായിട്ടുള്ള ആരും മറക്കുകയില്ല. കാരണം ഇത്രയും ദാരുണമായി മാറാട് ഇത്രയും വലിയ വിഷയം നടന്നിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ അവിടെ അതിനുവേണ്ടി ഈ പിതാക്കന്മാർ നഷ്ടപ്പെട്ട മക്കളും സഹോദരന്മാർ നഷ്ടപ്പെട്ട പെങ്ങന്മാരും അമ്മമാരും ഉൾപ്പെടെയുള്ളവരെ ആക്ഷേപിച്ച ആ ഒരു കാര്യം അതൊരിക്കലും ഒരു മനസാക്ഷിക്ക് നിരക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയല്ല ശ്രീ മുരളീധരൻ അന്ന് നടത്തിയത്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായും വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട്, ഏങ്ങണ്ടിയൂര് പോലെയുള്ള തീരദേശ പഞ്ചായത്തുകൾ ശക്തമായി പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ നിയമം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം നേമത്ത് BJP-യുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ K. മുരളീധരനായിരുന്നു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP വിജയിക്കുമെന്നുള്ള സാഹചര്യം വന്ന സമയത്ത് കോൺഗ്രസ് മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ളൊരു ആരോപണം ശക്തമായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ഈ നേമത്ത് സംഭവിച്ച ആ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായുള്ള ഒരു രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് മാറുമോ? ഒരിക്കലും നേമവും തൃശ്ശൂരും ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യരുത്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ K. കരുണാകരനെയും K. മുരളീധരനെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ ധാർഷ്ട്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരു ജനതയാണ് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ. K. കരുണാകരന്റെ പ്രതാപകാലത്തും K. മുരളീധരന്റെ പ്രതാപകാലത്തും അവരെ തോൽപ്പിച്ച ചരിത്രമാണ് തൃശ്ശൂർക്കാർക്കുള്ളത്. ആ ഒരു ചരിത്രം തന്നെ ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നേമം ഒരിക്കൽ ഒരു തേങ്ങ വീണ് മുയൽ ചത്തു എന്ന് വിചാരിച്ച് എല്ലാ സ്ഥലങ്ങളും നിയമമായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും. വളരെ നന്ദി മഹേഷ്, ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചാണ്. തൃശ്ശൂരിൽ പോരാട്ടം കനത്തുകൊണ്ടിരിക്കുകയാണ്. 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സജീവമായിട്ട് പ്രചരണ രംഗത്തുണ്ട്. അവസാന ഘട്ടത്തിലാണ് എല്ലാ സംവിധാനങ്ങളും. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂരിലെ അരയ സമുദായത്തിന്റെ വോട്ട് അത് ഇത്തവണ ആർക്ക് ലഭിക്കും? അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൃശ്ശൂർ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു വിധ തർക്കവുമില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നിരന്തരമായിട്ട് കൂടുതൽ നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്താം. തൃശ്ശൂരിൽ നിന്നും അഫി ബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.